അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട്. ആ വാർഷിക റിപ്പോർട്ടിൽ രാജ്യാന്തര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിൽ ഇന്ത്യയിൽ നടന്ന ചില സംഭവങ്ങളെ സൂചിപ്പിക്കുന്നു. ആ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മോദി സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്ന ഒരു ഭാഗവും അതിലൂടെ കടന്നു വരുന്നുണ്ട്. രാജ്യത്തിന് തന്നെ വലിയ നാണക്കേട്. രാജ്യത്ത് മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടും മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, മതത്തിൻ്റെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് ഇന്ത്യയിൽ തീവ്ര ഹൈന്ദവ വിഭാഗക്കാർ എന്നാണ് ആ വാർഷിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യം ഇന്ത്യയെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് ആ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുള്ളത്. അതിലേറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിടത്ത് പശുവിൻ്റെ പേരിലുള്ള ആക്രമണത്തിനിരയായ ഒരാളെ അവിടത്തേക്ക് പോലീസ് എത്തി. ആ പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം പകുതി വഴിയിൽ വാഹനം നിർത്തി ഉദ്യോഗസ്ഥർ ചായ കുടിച്ചതിന് ശേഷം ആ അക്രമത്തിനിരയായ യുവാവിനെ അല്ലെങ്കിൽ അയാളെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഒടുവിൽ അയാൾ മരണപ്പെട്ട സംഭവം ഇന്ത്യയിൽ നടന്ന, ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. ആ സംഭവം അതേപടി ആ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആ വാർഷിക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഒടുവിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യാ ശ്രമത്തിന് കേസെടുത്ത കാര്യവും ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എന്തൊരു നാണക്കേടാണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചത്. അതുമാത്രമല്ല, പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ നടപ്പിലാക്കി എന്നുള്ളതും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്, പലയിടങ്ങളിലും മുസ്ലിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പേരിലുള്ള സർവകലാശാലകളുടെ പേരുകൾ മാറ്റുന്നു, റോഡുകളുടെ പേരുകൾ മാറ്റുന്നു. അത്തരത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ആളുകളുടെ പേരിലുള്ള അല്ലെങ്കിൽ മുസ്ലിം രാജാക്കന്മാരുടെ പേരുകളിലുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ പേരുകൾ മാറ്റി പുതിയ പേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം വിഭാഗക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ള ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുള്ളത്. വളരെ നാണക്കേടാണ് രാജ്യത്തിന് സമ്മാനിക്കുന്നുള്ളത്. രാജ്യം ജനാധിപത്യ രാജ്യമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ പോലും, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ പോലും രാജ്യത്ത് മുസ്ലിങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ല എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തുകയാണ് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട്. ഇത് മോദി സർക്കാരിന് ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് നൽകുന്നുള്ളത്. ഉത്തർപ്രദേശിൽ നടന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ നിരവധി ആക്ടിവിസ്റ്റുകളുടെ റിപ്പോർട്ടുകളും അവരുടെ അവർ പറയുന്ന കാര്യങ്ങളും ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിയമപാലകരുടെ നടപടിയെക്കുറിച്ചും രൂക്ഷമായി തന്നെ ആ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തലകുനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയല്ലേ മോദി സർക്കാർ സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ റിപ്പോർട്ട് രാജ്യത്തിന് നാണക്കേട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.